ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഷോസ് കാണൂ. ഇങ്ങനൊരു സന്തോഷ വാർത്ത കേൾക്കാൻ വേണ്ടി ഏട്ടൻ എത്ര നാളായിട്ട് കാത്തിരിക്കുന്നു. ഇപ്പൊ നിന്റെ വിഷമമൊക്കെ മാറിയില്ലേ? എല്ലാ ഭാഗ്യങ്ങളും കൂടി ദൈവം നിനക്ക് ഒരുമിച്ച് തന്നില്ലേ? മാഷെവിടെ? അത് മാഷ് രാവിലെ ബാങ്ക് വരെ പോയതാ. വിവരം അറിഞ്ഞപ്പോ തന്നെ ഞങ്ങൾ ഇങ്ങോട്ട് പോന്നു. മാഷിപ്പ എങ്ങനെ എത്തും? അർച്ചനയ്ക്കൊരു കുഞ്ഞുണ്ടാവാത്തതിൽ ഏറ്റവും വലിയ വിഷമം മാഷിനായിരുന്നു. ഓരോ തവണ ഇവിടെ വരുമ്പോഴും മാഷ് അത് പറഞ്ഞ് സങ്കടപ്പെടും. സേതുവേട്ടന്റെ സങ്കടത്തെക്കുറിച്ചും മാഷ് എന്നോട് പറഞ്ഞിട്ടുണ്ട്. സ്വന്തം മക്കളെക്കാൾ വലിയ സ്ഥാനമാണ് ഞങ്ങളുടെ അച്ഛൻ ഈ വീട്ടിൽ നൽകിയത്. ഇത്രയും നാള് കുഞ്ഞുങ്ങൾ ഉണ്ടാവാതിരുന്നപ്പോ എന്റെ മകൾ വല്ലാതെ സങ്കടപ്പെട്ടിരുന്നു. അന്നൊക്കെ ഒരച്ഛന്റെ സ്ഥാനത്ത് നിന്ന് സേതുവേട്ടന് അവക്ക് നൽകിയ സപ്പോർട്ട് ഞങ്ങൾക്ക് ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. അച്ഛന്റെ മനസ്സിൽ ദൈവങ്ങൾക്കൊപ്പമാ ഈ അച്ഛൻ അവളെ സ്ഥാനം നൽകിയിരിക്കുന്നത്. കമലേ, അർച്ചന വന്നതിന് ശേഷം ഈ വീടൊരു വീടായി മാറിയത്. എല്ലാത്തിനും ഒരു അടുക്കും ചിട്ടയും വന്നത്. അവളുടെ കണ്ണെത്താത്ത ഒരിടവും ഈ വീട്ടിലില്ല. അവളുടെ ശ്രദ്ധ പതിയാത്ത ഒരു കാര്യവുമില്ല. അവളെ ഏൽപ്പിച്ചിട്ടുള്ള എന്ത് കാര്യമായാലും ശരി, അത് 100% ആത്മാർത്ഥതയോടെ അവള് ചെയ്യും. അവള് എനിക്കെന്റെ മരുമകളല്ല, മകള് തന്നെയാ. ഒരമ്മയ്ക്ക് ഇതിനേക്കാൾ കൂടുതൽ എന്താ വേണ്ടത്? സ്വന്തം മകൾ ചെന്ന് കയറിയ വീട്ടിലും മകളായിട്ട് ജീവിക്കാന്ന് പറയുന്നത് അതൊരമ്മയുടെ സൗഭാഗ്യമാ. കമലയും മാഷും അവളെ വളർത്തിയത് നേരായ വഴിയിലൂടെ തന്നെയാ. മുതിർന്നവരെ ബഹുമാനിക്കാനും സ്നേഹിക്കേണ്ടവരെ സ്നേഹിക്കാനും അർച്ചനയ്ക്കറിയാം. ഒരു കുഞ്ഞുകൂടിയാവുമ്പോ ശരിക്കും അവൾ ഈ വീടിന്റെ ഗൃഹനാഥയായി മാറും. സച്ചിക്കും അർച്ചനയ്ക്കും ഒരു കുഞ്ഞ് ജനിക്കാത്തതായിരുന്നു ഈ വീടിന്റെ ഏറ്റവും വലിയ ദുഃഖം. ഇപ്പൊ അത് മാറി. എന്തായാലും അങ്കിളിന്റെയും അച്ഛന്റെയും അമ്മയുടെ ഒക്കെ സങ്കടം പറിച്ചിന് ഒരു അവസാനമായല്ലോ. അവസാനമായി എന്ന് മാത്രമല്ല, അതിനേക്കാൾ വലിയ സന്തോഷത്തിലാ ഞാൻ. അർച്ചനയുടെ വയറ്റിൽ കുരുത്ത കുഞ്ഞ് ഈ വീടിന്റെ അനന്തരാവകാശിയാ. പൂജയ്ക്ക് വന്ന തിരുമേനി പറഞ്ഞത് ഓർമ്മയില്ലേ? സദ്ഗുണസമ്പന്നനായ സൽപുത്രനെ അർച്ചനയ്ക്കും സച്ചിക്കും കിട്ടുമെന്ന് എനിക്ക് ഉറപ്പാ. അർച്ചന പ്രസവിക്കാൻ പോകുന്നത് ഒരു ആൺകുഞ്ഞിനെ തന്നെയായിരിക്കും. നാവ് പൊന്നായിരിക്കട്ടെ. ആതിരയ്ക്കൊരു പെൺകുഞ്ഞ. അർച്ചന എടുത്ത് വളർത്തുന്നതും ഒരു പെൺകുഞ്ഞിനെ തന്നെയാ. അവള് പ്രസവിക്കാൻ പോകുന്നത് ഒരു ആൺകുഞ്ഞിനെ ആണെങ്കിൽ ഒരുപക്ഷെ ഈ തറവാട്ടിലെ ഏക ആൺതരി അവനായിരിക്കും. എത്ര ട്രീറ്റ്മെന്റുകൾ നടത്തി, ഏതെല്ലാം ഡോക്ടർമാരെ പോയി കണ്ടു. ഇപ്പോഴാ എന്റെ മോളുടെ സങ്കടം ഈശ്വരൻ കണ്ടത്. ഓരോന്നിനും ഓരോ സമയമുണ്ട് കമലേ. ജനനവും മരണവും തീരുമാനിക്കുന്നത് നമ്മളല്ലല്ലോ, ഈശ്വരനല്ലേ. അർച്ചനയ്ക്കൊരു കുഞ്ഞു പിറക്കാൻ ദൈവം തീരുമാനിച്ച സമയം ഇതാ. അമ്മ ഇങ്ങനെ സംസാരിച്ചു തന്നാ മതിയോ? അച്ഛനെ കാണണ്ടേ? മുറിയിലുണ്ട്. എന്തായാലും നിങ്ങളെ കാണുമ്പോ അവൾക്ക് സന്തോഷാവും. നിങ്ങൾ അകത്തേക്കല്ലേ? ഞാൻ മാഷിനെ ഒന്ന് വിളിക്കട്ടെ. ഹലോ, വാടാ.
എന്റെ മോളുടെ സങ്കടമൊക്കെ മാറിയില്ലേ? ഒരമ്മയാവാൻ കഴിയാത്തവളാണെന്ന് ഇനി എന്റെ മോളെ ആരും കുറ്റപ്പെടുത്തത്തില്ല. നമ്മുടെ പ്രാർത്ഥനയ്ക്കും കണ്ണീരിനും എല്ലാം ഫലം ഉണ്ടായി. മോളെ, ഏട്ടാ, അനുവേട്ടാ, ഇങ്ങനൊരു സന്തോഷ വാർത്ത കേൾക്കാൻ വേണ്ടി ഏട്ടൻ എത്ര നാളായിട്ട് കാത്തിരിക്കുന്നു. ഇപ്പൊ നിന്റെ വിഷമമൊക്കെ മാറിയില്ലേ? എല്ലാ ഭാഗ്യങ്ങളും കൂടി ദൈവം നിനക്ക് ഒരുമിച്ച് തന്നില്ലേ? സച്ചി, കൺഗ്രാറ്റ്സ്. ഒരച്ഛനാവും പോവാ. ഒരുപാട് സന്തോഷം തോന്നുന്നു. ആ സച്ചി, മോളിവിടെ ഇരിക്കെ, അമ്മയ്ക്ക് ഒരുപാട് സംസാരിക്കാനുണ്ട്. ഇരിക്കെ. അമ്മയ്ക്ക് സന്തോഷായി മോളെ. അമ്മ, അച്ഛനെവിടെ? അച്ഛൻ വീട്ടിലെ മോളെ. സച്ചിക്കറിയോ, ജീവിതത്തിൽ എനിക്ക് വേണ്ടി ഒരുപാട് സ്വപ്നങ്ങളൊന്നും കാത്തു സൂക്ഷിക്കാത്തൊരു വ്യക്തിയാണ് ഞാൻ. പക്ഷേ ആ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് ആഗ്രഹിച്ച, അതിലേറെ സ്വപ്നം കാണാൻ കൊതിച്ച ഒരു നിമിഷമാണിത്. അച്ചു എനിക്കൊരു കൂടപ്പിറപ്പ് മാത്രമായിരുന്നില്ല, എൻ്റെ മകള് തന്നെയായിരുന്നു. എൻ്റെ കൈവിരൽ തുമ്പിൽ പിടിച്ച് പിച്ചു വെച്ച് തുടങ്ങിയ അവളുടെ ബാല്യം ഇന്നും എൻ്റെ മനസ്സിലുണ്ട്. അവൾ വളർന്നു വരുന്ന ഓരോ നാളിലും അവളുടെ ജീവിതം മനോഹരമാക്കാൻ എന്നാൽ കഴിയുന്ന എല്ലാം ചെയ്തിട്ടുണ്ട്. പിന്നെ പിന്നെ അവളുടെ ഭാവിയെപ്പറ്റിയായിരുന്നു ചിന്ത. വിവാഹിതയെ അവൾ ഭർത്താവിൻ്റെ കൈപിടിച്ച് സന്തോഷത്തോടെ ഒരു ജീവിതം തുടങ്ങുന്ന ആ സുന്ദര മുഹൂർത്തമായിരുന്നു മനസ്സ് നിറയെ. അപ്പോഴൊക്കെ മനസ്സ് പെടഞ്ഞത് അവളുടെ ഭാവിയെപ്പറ്റി ഓർത്ത് മാത്രമായിരുന്നു. ദൈവം അവിടെയും അനുഗ്രഹങ്ങൾ കൊണ്ട് എന്നെ സന്തോഷിപ്പിച്ചു.